الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تحسب الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, മനുഷ്യൻ നിഖില മേഖലകളിലും പുരോഗതി പ്രാപിച്ച ആധുനിക ലോകത്താണ് നാം ജീവിക്കുന്നത്. പുരോഗമനാശയങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുന്ന ഈ ലോകക്രമത്തിൽ അവകാശങ്ങൾക്ക് വലിയ മൂല്യമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രകൃതിക്കും പക്ഷിമൃഗാദികൾക്കും വേണ്ടി ഇന്ന് ഘോരം സംസാരിക്കാൻ ആളുകളുണ്ട്. എന്നാൽ മനുഷ്യാവകാശമാർക്ക് വേണ്ടിയുള്ള മുറവിളികൾ ചില വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ഫലസ്തീനെ മാറിടത്തിൽ നിണം ചിന്തി പൊലിഞ്ഞു വീഴുന്ന പിഞ്ചോമനുകൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആളില്ലാതിരിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന വിരോധാഭാസം നിറഞ്ഞ കാലത്താണ് ഗസ ലോകത്തിൻ്റെ നൊമ്പരം എന്ന വിഷയം ഏറെ കാലിക പ്രസക്തമായി തീരുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, തികഞ്ഞ സമാധാനത്തിലും ആത്മാഭിമാനത്തിലും ജീവിക്കുന്നവരായിരുന്നു ഫലസ്തീനികൾ. 3 മതങ്ങളുടെ ഭൂമികൾ ഉൾക്കൊള്ളുന്ന അതിർദേശത്ത് വൈരങ്ങളില്ലാതെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നവരായിരുന്നു മുസ്ലിമും ക്രൈസ്തവനും ന്യൂനപക്ഷമായ ജൂതനും. എന്നാൽ ഈ സ്നേഹസന്തോഷങ്ങൾ നിറഞ്ഞ ജീവിതത്തിന് അന്ധകരായിരുന്നു 1948 സ്ഥാപിതമായ നരമേധന്മാരായ ഇസ്രായേലികളുടെ ജൂതരാഷ്ട്രം. അതിഥികളായി വന്ന് അധിനിവേശകരമായി മാറി. പതിയെ ആസൂത്രിതമായി അക്രമങ്ങളിലൂടെ ദേശങ്ങൾ കീഴടക്കിയ ക്രൂരതയും നിറകേടും നിറഞ്ഞ ആ ചരിത്രം വേദനയോടല്ലാതെ ഒരു മനുഷ്യ സ്നേഹിക്കും ഓർക്കാനാവില്ല. തകർന്ന കെട്ടിടങ്ങൾ, വിശക്കുന്ന കുഞ്ഞുങ്ങൾ, ഭയം നിറഞ്ഞ കണ്ണുകൾ, നിലക്കാത്ത ബോംബ് വർഷങ്ങൾ, ഇതാണ് ഇന്നത്തെ ഗസയുടെ ചിത്രം. നമ്മൾ സാങ്കല്പിക കഥകൾ മാത്രം വായിച്ച പട്ടിണിക്കോലങ്ങളുടെ യാഥാർത്ഥ്യങ്ങളാണ് ഗസയുടെ തെരുവോരങ്ങളിൽ എത്രയും. തന്നെ മരണത്തെ മുന്നിൽ കണ്ടേ എന്നെ വസിയത്ത് കത്തെഴുതി യാത്ര പറഞ്ഞ കുഞ്ഞുകായമാരുടെ വിലാപമാണ് അവിടുത്തെ വായുവിനടക്കം പറയാനുള്ളത്. അവിടെ ഓരോ ദിവസവും അത് ജീവനത്തിനുള്ള പോരാട്ടമാണ്. ഉറക്കമില്ലാത്ത രാത്രികളും പ്രത്യാശയില്ലാത്ത പകലുമാണ് അവർക്ക് സമ്മാനിക്കപ്പെടുന്നത്. എന്നാൽ നമ്മയൊക്കെ അമ്പരപ്പിക്കുമാർ ഈ പ്രതിസന്ധികളോട് അവർ പ്രകടിപ്പിക്കുന്ന ധൈര്യത്തിനും ക്ഷമക്കും വിശ്വാസദാർഢ്യത്തിനും മറ്റെന്തെങ്കിലും തുല്യമാകുമെന്നത് സംശയാതുല്യമാണ്. ولا تحسب الذين قتلوا في سبيل الله امواتا بل احياء عند ربهم يرزقون. അവർ നിഷ്കുറം കൊല ചെയ്യപ്പെട്ട തങ്ങളുടെ സഹോദരങ്ങളെ ദൈവിക മാർഗത്തിൽ രക്തസാക്ഷികളാണെന്ന് ഖുർആനിൽ ഘോഷിച്ചവരായി കാണുകയും നിരന്തരമായി ദൈവിക സാധ്യത ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇല്ലറിന്റെ ഇരകൾ വേട്ടക്കാരായി മാറിയ ഈ വംശത്തെ കേവലം രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം പലപ്പോഴും പിന്തുണക്കുക പോലും ചെയ്യുന്ന സഹോദര രാഷ്ട്രങ്ങളും അയൽ രാജ്യങ്ങളും ഏറെ ഭയാനകരമായി അനുഭവപ്പെടുകയാണ്. എന്തിനേറെ പറയണം, ഈ ക്രൂര വിനോദങ്ങൾ അത്രയും നിസ്സംഗരമായി നോക്കി നിൽക്കുന്ന നമ്മളാണ് പരമനീചർ. വേദനയുടെയും കണ്ണീരിൻ്റെയും ചിരിതിരികെ നൽകാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാനാകുമെന്നെ കുറിച്ച് നാം കുലങ്കശമായി ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. തെറ്റിദ്ധരിക്കപ്പെട്ട സമൂഹങ്ങളെ ഗസയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ ആവശ്യമായ ചലനങ്ങൾ നാം നടത്തേണ്ടതുണ്ട്. ദുരിതങ്ങളുടെ തീരാവോയിൽ ഒരുക്കിയെടുക്കുന്ന ഗസക്കാരെ പുഞ്ചരികെ കൊണ്ടുവരാണെന്ന പോലെ യഹൂദികൾ വധിക്കപ്പെടാതെ അന്ത്യനാൾ സംഭവിക്കുന്നില്ലെന്ന പ്രവാചകദിനത്തിന്റെ പുലർച്ചെ പോലെ പ്രതീക്ഷയുടെ ദുരിതമായി യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഫലസ്തീൻ അനുകൂല മൂവ്മെന്റുകൾ ഉയരുകയാണ്. തങ്ങളുടെ സഹോദരൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണകൂടത്തിന്റെ നിലപാടിനെ മറികടന്ന് ഈജിപ്ഷ്യൻ ഐക്യഭക്ഷണ മാനവികതയുടെ തുല്യതയില്ലാത്ത ദർശനമായിരുന്നു. ഫ്രാൻസ്, കാനഡ, ഓസ്ട്രിയ, UK തുടങ്ങിയ പ്രബല രാജ്യങ്ങളിലെ ആക്ടിവിസ്റ്റുകളും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ ഒരു പറ്റം മനുഷ്യർ ഫലസ്തീനടുത്തപ്പോഴേക്കും ക്രൂരന്മാരായ ഇസ്രായേലികൾ തടഞ്ഞുവെങ്കിലും അത് ലോകത്തിന് മുന്നിൽ വലിയൊരു ചലനമാണ് സൃഷ്ടിച്ചത്. ഫലസ്തീനുകൾക്കായി ഭക്ഷണവും മരുന്നും പേര് ഗ്ലോബൽ സുമൂത് ഫ്ലോട്ടില്ല എന്ന പേരിൽ അവിടെ നിന്നൊരു സംഘം പുറപ്പെട്ടപ്പോൾ ക്രൂരന്മാരായ ഇസ്രായേലികൾ തടഞ്ഞുവെങ്കിലും അതും ലോകത്തിന് മുന്നിൽ വലിയൊരു ചലനം സൃഷ്ടിച്ചു വെച്ചു. ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ എന്ന് വെടിനിർത്തലിന് വേണ്ടി നിർബന്ധിതരാവേണ്ടി വന്നിരിക്കുന്നു. ഇത് ലോകരാജ്യങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിരുന്നു. സമാധാനപൂർണമായ ഒരു ഗാസയുടെ ശുഭപ്രതീക്ഷയുടെ സൂചനകളാണിത്. ധർമ്മലോകത്തേക്കുള്ള പാതകൾക്ക് ദൂരമേറെയാണെങ്കിലും അവനീതിയിൽ ചെന്നാണ് പര്യാവസാനിക്കുന്നത് എന്ന മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ വചനങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഓസിക്കും ദുആ കൊണ്ട് വസിയതയോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.